കട്ടക്കലിപ്പന്റെ കാന്താരി മാലാഖ. രചന വർണ്ണ ദേവദത്തൻ. അവതരണം സാലിം കരുളായി. എസ് ഐ വന്നു പോയതിനു ശേഷം ചന്ദ്രശേഖരന്റെ മുഖത്ത് താൻ വലിയ ആരോ ആണെന്ന ഭാവമായിരുന്നു. അവർ പോയി 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെന്ന് മനസ്സിലായ ചന്ദ്രൻ പുറത്തേക്ക് പോകാൻ റെഡിയായി വന്നു. അതേസമയമാണ് വീട്ടുമുറ്റത്ത് ജീപ്പും വണ്ടികളും ചീറിപ്പാഞ്ഞ് വന്നു നിന്നത്. കുറച്ചു മുമ്പ് പോയ എസ് ഐ വീണ്ടും വരുന്നത് കണ്ട് എല്ലാവരും ഹാളിലേക്ക് വന്നിരുന്നു. എന്താ എസ് ഐ സാറേ, വീണ്ടും നാണം കെടാൻ വന്നതാണോ? ചന്ദ്രൻ ചോദിച്ചുവെങ്കിലും എസ് ഐ ഒന്നും മിണ്ടാതെ പിന്നിലേക്ക് നോക്കി. പോലീസ് യൂണിഫോമിൽ കയറി വരുന്ന ദത്തനെ കണ്ട് എല്ലാവരുടെയും മുഖത്ത് അതിശയം നിറഞ്ഞു. സെർച്ച്! ദത്തന്റെ അലർച്ചയിൽ ആ വീട് പോലൊന്ന് കുലുങ്ങിപ്പോയി. അവൻ്റെ ഓർഡർ വന്നതും പോലീസുകാർ വീട് മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി. അത് കണ്ട് ചന്ദ്രൻ്റെ ആരെയോ ഫോണിൽ വിളിക്കാൻ നിന്നതും ദത്തൻ ഫോൺ വാങ്ങി. ഇവിടെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുമ്പോഴാണ് ചന്ദ്രശേഖരൻ സാറേ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നേ. കുറച്ച് നേരം ഇത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ദത്തൻ അത് സ്വിച്ച് ഓഫ് ആക്കി. ദേവാ, ഇങ്ങനെ ചൂടാവാതെ സാറേ, എൻ്റെ ഫോൺ ഓഫാ. ഒപ്പം എൻ്റെ കൂടെ വന്ന് എല്ലാവരുടെയും. ഈ സെർച്ച് കഴിയാതെ ഒരു ഫോൺ പോലും ഈ വീട്ടിൽ ശബ്ദിക്കില്ല. പിന്നെ DGPക്ക് മുകളിലെ ചിലരും കേരളത്തിൽ ഇന്ത്യയിലുണ്ടെന്ന് ആലോചിക്കാമായിരുന്നു. അതെങ്ങനെ? അതിനെ കുറിച്ച് ജനറൽ നോളജ് വേണം. സ്റ്റെയർ കയറാൻ നിന്ന ദത്തൻ തിരികെ ചന്ദ്രശേഖരൻ്റെ അരികിലായി വന്ന് പറഞ്ഞു. സാറേ, ഈ വീട് മുഴുവൻ സെർച്ച് ചെയ്തു, പക്ഷെ ഒന്നും കിട്ടിയില്ല. കോൺസ്റ്റബിൾ വന്ന് പറഞ്ഞതിന് ചന്ദ്രൻ്റെ മുഖത്തൊരു പുച്ഛം നിറഞ്ഞു. അപ്പോ നമ്മൾ അന്വേഷിക്കുന്ന സാധനം ഇവിടെ ഇല്ലല്ലേ? ദത്തൻ സെറ്റിയിലേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു. സത്യം നിങ്ങളായി പറഞ്ഞ ശിക്ഷയുടെ ഇളവും കുറയും. നിങ്ങൾ വെയർ ഹൗസിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഡ്രഗ്സ് എവിടേക്കാ മാറ്റിയത്? എനിക്ക് ഗുഡ്സ് എക്സ്പോർട്ടിങ് ബിസിനസ്സാണ്, അല്ലാതെ ഡ്രഗ്സ് എക്സ്പോർട്ടിങ് അല്ല. ആപ്പ ഇവിടെ ഡ്രഗ്സ് ഇല്ലെന്ന് ചുരുക്കം. എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ സേതുമാധവാ? ദത്തൻ എഴുന്നേറ്റ് നടന്നുവെങ്കിലും എന്തോർത്ത് തിരികെ നടന്നു. എന്തായാലും ഇതുവരെ വന്നതല്ലേ. നമ്മുടെ ചന്ദ്രശേഖര സാറിൻ്റെ ഓഫീസ് റൂമിൽ പുതുതായി കുറച്ച് ഇന്റീരിയൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് ചെന്ന് കണ്ടാലോ? നിങ്ങളിവിടെ റെയ്ഡിനല്ലേ വന്നത്? അത് കഴിഞ്ഞില്ലേ? ഇനി ദയവ് ചെയ്ത് തിരികെ പോകണം. സ്ത്രീകളും കുട്ടികളുള്ള വീടായത്, ചന്ദ്രശേഖരൻ പറഞ്ഞു. സേതുമാധവൻ, ഫോളോ മീ. അത് പറഞ്ഞ് ദത്തൻ മുകളിലേക്ക് നടന്നു. പിന്നാലെ അവൻ്റെ വോയിസും. സേതുരാമൻ ഒന്ന് ചെക്ക് ചെയ്യൂ. ദത്തൻ സീലിംഗിലെ ഇന്റീരിയൽ വർക്കിലേക്ക് നോക്കി പറഞ്ഞു. സാർ, ഇതിൽ തല്ലി പൊളിക്കടോ. ദത്തൻ അലറിയതും സേതുരാമൻ ഒന്ന് ഞെട്ടി. അടുത്ത നിമിഷം റൂമിലുള്ള കട്ടിയുള്ള ഇരുമ്പ് തടി ഉപയോഗിച്ച് അയാൾ സീലിംഗിൽ നീളത്തിൽ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിരുന്ന റെയിലിംഗിൽ അടിച്ചതും ഒരുപാട് ഡ്രഗ്സ് പാക്കറ്റുകൾ താഴേക്ക് ഊർന്നു വീഴാൻ തുടങ്ങി. നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞാനിവിടുന്ന് തൃശ്ശൂർക്ക് പോയതാക്കതിന് പെട്ടെന്ന് ഓഫീസ് റൂം മെയിൻ്റനൻസ് വർക്ക് നടത്തിയപ്പോൾ തന്നെ ഞാൻ ഊഹിച്ചതാ. ഇന്നത്തോടെ ഞാനത് ഉറപ്പിച്ചു. നടക്കടോ, ബാക്കി സ്റ്റേഷനിൽ പോയിട്ട്. ദത്തൻ അയാളുടെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് വലിച്ച് താഴേക്ക് നടന്നു. കൂടെയുള്ള പോലീസുകാർ കളക്ട് ചെയ്ത ഡ്രഗ്സ് പാക്കുമായി പുറകെ വന്നു. ദേവാ, എന്നെ വെറുതെ വിട്ടേക്ക്. നിങ്ങൾക്ക് പലതവണ ഞാൻ വാണിംഗ് തന്നതാ, പക്ഷെ താനൊന്നും ഒരിക്കലും നന്നാവില്ലടോ. ദത്തൻ ഒരു ദാക്ഷിണ്യവുമില്ലാതെ അയാൾ തറയിലൂടെ വലിച്ച് താഴേക്ക് നടന്നു. ദേവാ പ്ലീസ്, അദ്ദേഹത്തെ വെറുതെ വിട്ടേക്ക്. മാലതി ദേവനോട് കരഞ്ഞു പറഞ്ഞു. ഇതെന്റെ ഡ്യൂട്ടിയാണ്. ഇയാൾ അമ്മായി അങ്ങ് മറന്നേക്ക്. ഇയാളിനി പുറലോകം കാണില്ല. ഇയാൾ കാരണം കുറെ സ്കൂൾ പിള്ളേരുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും ഭാവി നശിച്ചു. ഈ പൊന്നമോൻ പണത്തിന് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ അറിഞ്ഞാ വെട്ടിയറിഞ്ഞ് പട്ടിക്കിട്ട് കൊടുക്കും നിങ്ങൾ. തികച്ചും ഒരു പോലീസുകാരൻ്റെ ഭാവമായിരുന്നു ദത്തന്. അവൻ്റെ ആ ഭാവം ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയത് വർണ്ണയാണ്. മറ്റുള്ളവർക്ക് പഴയ ദേവദത്തൻ IPSനെ അറിയാവുന്നത് കൊണ്ട് ഇതൊന്നും അത്ഭുതമായിരുന്നില്ല. എന്നാൽ ചില സമയങ്ങളിൽ ദത്തൻ ദേഷ്യപ്പെടുന്നത് വർണ്ണ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അവൾ വല്ലാതെ ഭയന്നിരുന്നു. ഈ പൊന്നമോന് മയക്കുമരുന്ന് ഡീൽസ് മാത്രമല്ല, പാവപ്പെട്ട കുറെ പെൺകുട്ടികളുടെ മാനം വിറ്റ് പെൺവാണിമം നടത്തിയുമാ ഈ നിലയിലെത്തിയത്. ദത്തൻ അയാളുടെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ മാലതി തലക്ക് കൈകൊടുത്ത് താഴേക്കിരുന്നു. ഞാൻ ഒരിക്കലും ഈ വീട്ടിലേക്ക് ഇങ്ങനെ ഒരു രീതിയിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, പക്ഷേ എന്നെ ഇങ്ങോട്ട് വരുന്നത് നീ തന്നെയാ. ദത്തൻ ദേഷ്യം തീരാതെ വീണ്ടും അയാളെ ചവിട്ടി കൂട്ടി. ദേവാ, ഇനിയൊന്നും ചെയ്യല്ലേ. ദേവനോ? ദേവദത്തൻ IPS മാമനാണോ അമ്മാവനാണെന്നും പറഞ്ഞ് വന്നോ? അവൻ താക്കീതോടെ പറഞ്ഞ് അയാളെ വലിച്ച് ജീപ്പിലേക്ക് കയറ്റി. നിമിഷ നേരം കൊണ്ട് അവരുടെ ജീപ്പ് ആ പടി കടന്ന് പോയി. ദത്തൻ എന്താ വരാത്ത അമ്മേ? രാത്രി വർണ്ണയുടെ റൂമിൽ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് പറഞ്ഞത്. അവൻ വരാൻ വൈകും.
മോള് ഉറങ്ങിക്കോ. ദത്തൻ എന്തിനാമോ ഉച്ചയ്ക്ക് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ പേടിച്ചു പോയി. അതവൻ അങ്ങനെ ആദ്യമായി കണ്ടതുകൊണ്ടാ. അവൻ ഇപ്പോൾ ഒന്ന് ഒതുങ്ങിയതാ. പണ്ട് ഇതൊന്നും ആയിരുന്നില്ല. അവൻ്റെ പേര് പറഞ്ഞ പോലും പലർക്കും പേടിയായിരുന്നു. എന്ത് തള്ളയി തള്ളുന്നേ? അത്ര ബിൽഡപ്പൊന്നും വേണ്ട. നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. കിടന്നുറങ്ങാൻ നോക്ക്, അല്ലെങ്കിൽ ഞാൻ എനിക്ക് പോവൂട്ടോ. അമ്മ ശാസനയോട് പറഞ്ഞതും പറഞ്ഞ നല്ല കുട്ടിയായി കണ്ണടച്ച് കിടന്നു. പെട്ടെന്ന് തന്നെ ഉറങ്ങി. ഇടുപ്പിലൂടെ ആരോ ചേർത്ത് പിടിക്കുന്നതിനൊപ്പം പിൻകഴുത്തിൽ തണുപ്പ് അനുഭവപ്പെട്ടതും വർണ്ണപ്പെടുന്ന കണ്ണുകൾ തുറന്നു. ദത്തനാണെന്ന് മനസ്സിലായെങ്കിലും അവൾ ഉറങ്ങുന്ന പോലെ തന്നെ കിടന്നു. കുളി കഴിഞ്ഞ് വന്ന് കിടക്കുന്നത് കൊണ്ട് അവൻ്റെ മേലുള്ള വെള്ളത്തിൻ്റെ തുള്ളികൾ അവളിലേക്ക് പടർന്നിരുന്നു. ദത്തൻ തിരിഞ്ഞു കിടക്കുന്ന വർണ്ണയെ തിരിച്ച് തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി അവളുടെ നെറുകിലായി ഉമ്മ വെച്ച് അവൻ കണ്ണടച്ച് കിടന്നു. എൻ്റെ ദത്തനല്ലേ, പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നത് ഇങ്ങനെ? എനിക്കറിയുന്നില്ല. എപ്പോഴും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും നോക്കുന്ന ദത്തൻ്റെ കണ്ണുകളിൽ ഇന്നിതാ കണ്ട ദേഷ്യം എന്തോ അത് തന്നെ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുന്നു. ദത്തൻ്റെ നെഞ്ചിൽ കിടന്ന് അവൾ ആലോചിക്കുമ്പോൾ അത് മനസ്സിലായതുപോലെ അവൻ്റെ മുഖത്തൊരു ചിരി വിരിഞ്ഞു. എൻ്റെ കുട്ടി ആവശ്യമില്ലാതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. നാളെ രാവിലെ നേരത്തെ എണീക്കണം. അത്രമാത്രം പറഞ്ഞ് ദത്തൻ കണ്ണുകളടച്ചു. അല്ലെങ്കിലും അവൾ അത്രത്തോളം മനസ്സിലാക്കാൻ അവളുടെ ദത്തനില്ലാതെ വേറെ ആർക്കും കഴിഞ്ഞിരുന്നില്ലല്ലോ. പിറ്റേന്ന് രാവിലെ നേരത്തെ ദത്തൻ വർണ്ണയെ എഴുന്നേൽപ്പിച്ചു. വർണ്ണ വേഗം തന്നെ കുളിച്ച് ഒരുങ്ങി പോവാൻ റെഡിയായി. ദത്തനും രാവിലെ നല്ല തിരക്കിലായിരുന്നു. എഴുന്നേറ്റത് മുതൽ ഫോണും കയ്യിൽ പിടിച്ച് നടപ്പാണ്. വേഗം ഒരുങ്ങി താഴേക്ക് വാ, ഞാൻ ഹാളിൽ വെയിറ്റ് ചെയ്യാം. പോലീസ് യൂണിഫോമാണ് ദത്തൻ ഇട്ടിരിക്കുന്നത്. അവൻ കയ്യിൽ കുറെ ഫയൽ എടുത്തുകൊണ്ട് താഴേക്ക് പോയി. അവൻ പോയതും വർണ്ണ ഒരു ദീർഘനിശ്വാസം എടുത്തു. അവൾ കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു. എന്തിനാ പറഞ്ഞ നീ ഇങ്ങനെ പേടിക്കുന്നേ? ദത്തൻ നിന്നോട് ഒരിക്കലും ദേഷ്യപ്പെടില്ല. അവൻ ചന്ദ്രമാമൻ തെറ്റ് ചെയ്തുകൊണ്ടല്ലേ അങ്ങനെ പെരുമാറിയത്. ഇനിയിപ്പോൾ കഴിഞ്ഞ ദിവസം ക്ലാസ് ടെസ്റ്റ് നടത്തിയപ്പോൾ മാർക്ക് കുറഞ്ഞ കാരണം ആരും അറിയാതെ ഞാനും അനുവും വീണി റെഡ് കളർ പെൻ വാങ്ങി മാർക്ക് കൂട്ടിയിട്ടത് ദത്തൻ അറിഞ്ഞ. വർണ്ണക്കത് ആലോചിക്കുന്നവരും പേടിയാവാൻ തുടങ്ങി. ഒരു വട്ടം നല്ല മാർക്ക് വാങ്ങിച്ച കാരണം പിന്നീടുള്ള ടെസ്റ്റ് പേപ്പറുകളുടെ മാർക്ക് ജസ്റ്റ് നോക്കുമെന്നല്ലാതെ ദത്തൻ ആൻസർ ഷീറ്റ് കൃത്യമായൊന്നും നോക്കിയിരുന്നില്ല. എന്ന ധൈര്യത്തിലാണ് അങ്ങനെ ചെയ്തത്. അവൾ വേഗം എടുത്ത് വേഗം താഴേക്ക് നടന്നു. ഇനി എന്നാടാ തിരിച്ചു വരിക? ധ്രുവി ദത്തൻ്റെ തോളിൽ തട്ടി ചോദിച്ചു. ദത്തൻ ഇന്ന് തിരിച്ചു പോകുന്നത് കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി തറവാട്ടിൽ കയറിയതാണ് ധ്രുവി. നോക്കട്ടെടാ, നിങ്ങളുടെ കല്യാണക്കാരൻ ഞാൻ മുത്തശ്ശിയോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഉടനൊരു വരവ് വരേണ്ടി വരും. ദത്തൻ ധ്രുവിയുടെ വായിലിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇട പുല്ലേ, നീ എന്ത് പണിയടാ കാണിച്ചു വെച്ചിരിക്കുന്നത്? പുറത്തു നിന്ന് ഫോണിൽ ആരോടോ സംസാരിച്ച ശേഷം പാതി ദേഷ്യത്തിൽ ദത്തൻ്റെ അരികിലേക്ക് വന്നു. എന്താടാ? ആദ്യം അഭിനയിക്കില്ലടാ, അവൻ്റെ ഒരു മാറ്റേണ്ട പരിപാടി. ഞാനൊന്നും ചെയ്തില്ലടാ. ദേ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. ഒന്ന് നിർത്തുമോ രണ്ടുപേരും? ആദ്യം എന്താ കാര്യം എന്ന് പറ. ശ്രീ ഒന്നും മനസ്സിലാവാതെ രണ്ടുപേരുടെയും ഇടയിൽ കയറി നിന്നു. അയാളിപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഇന്നലെ അവൻ്റെ പോക്ക് കണ്ടപ്പോഴും ഞാൻ കരുതിയതാ അയാളെ തല്ലി ഇഞ്ചെ പരിവാക്കുമെന്ന്. ഇനി ഇതിൻ്റെ ഭാഗമായി ഇവൻ്റെ പേരിൽ ലോക്കപ്പ് മർദ്ദനത്തിന് കേസ് വരും. ഈ തെണ്ടിയോട് ഞാൻ പറഞ്ഞതാ നിയമപരമായി എല്ലാം നേരിട്ടാൽ മതിയെന്ന്. പാർട്ടി ദേഷ്യത്തിൽ അവൻ്റെ കോളലിൽ പിടിച്ച് പറഞ്ഞെങ്കിലും ദത്തൻ വെറുതെ പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ഇവൻ്റെ ചിരി കണ്ടില്ലേ? കുറച്ച് സീരിയസ് ആണ് കേട്ടത്. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ച സർവീസിൽ കയറി ഒരു മാസം കഴിയും മുമ്പേ ഇവൻ്റെ ഒഫീഷ്യൽ റെക്കോർഡിൽ റെഡ് മാർക്ക് വീഴും. ഇതൊക്കെ നിനക്കും അറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാണ് അങ്ങനെ ചെയ്തത്? പിന്നെ അല്ലാതെ എൻ്റെ പെണ്ണിൻ്റെ മേലെ കൈവച്ച അവനെ ഞാൻ വെറുതെ വിടണോ? നിന്റെ തന്ത എന്ന കാരണം കൊണ്ട് മാത്രം ഒപ്പം അന്ന മോനെ ഞാൻ കൊല്ലാതിരുന്നത്. എന്നാലും ദേവ, മതി പാർട്ടി, അവൻ ചെയ്തത് തന്നെയാ ശരി. ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടാണ് അങ്ങനെ ജയിലിൽ സുഖിച്ച് കഴിയണ്ട. കുറച്ച് വേദന സഹിക്കട്ടെ കള്ളക്കളവൻ. ശ്രീയും ദത്തനെ സപ്പോർട്ട് ചെയ്തു. സമയം വൈകി, ഇവളെന്താ വരാത്തെ? ദേവു. ദത്തൻ വാച്ച് നോക്കി തിരിഞ്ഞതും സ്റ്റേറിനരികിൽ ബാഗും പിടിച്ച് പറന്നു നിൽക്കുന്നു. ഇറങ്ങാം. അവൾ തലയാട്ടി. അവരെ യാത്രയാക്കാൻ എല്ലാവരും മുറ്റത്തേക്ക് വന്നിരുന്നു. സാധാരണ പോകാൻ നേരം കരഞ്ഞ് വാശി പിടിക്കാറുള്ള വർണ്ണ ഒന്നും മിണ്ടാതെ കാറിൽ കയറുന്നത് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. അല്ലെങ്കിൽ തന്നെ പേടിച്ച് വിറച്ചാണ് താഴേക്ക് വന്നത്. അതിൻ്റെ കൂടെ ദത്തൻ പാർട്ടിയോട് സംസാരിക്കുന്നത് കൂടി കേട്ടതും വർണ്ണ ആകെ ഭയന്നിരുന്നു. എല്ലാവരോടും യാത്ര പറഞ്ഞ് ദത്തനും കാറിൽ കയറി. അവരുടെ കാർ ഗേറ്റ് കടന്ന് പോയതും എല്ലാവരും അകത്തേക്ക് കയറിപ്പോയി. എന്നാൽ ഗേറ്റിനരികിലേക്ക് തന്നെ നോക്കി നിൽക്കുന്ന നിമ്മിയെ കണ്ട് ശ്രീ അവളുടെ അരികിലേക്ക് വന്നു. ഹലോ മേഡം, കണ്ണു തുറന്ന് സ്വപ്നം കാണുകയാണോ? ശ്രീ കൈവീശിക്കൊണ്ട് ചോദിച്ചു. ശ്രീയേട്ടൻ ഇന്ന് ഫ്രീ ആണോ? എന്താ നിമ്മി? ഫ്രീ ആണെങ്കിൽ എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോകുമോ?
ഇവിടെ ഇരുന്ന് മടുത്തു. അതിനെന്താ, പോവാലോ. എവിടേക്കാ പോവേണ്ടത്? ശ്രീയേട്ടൻ അന്ന് പറഞ്ഞില്ലേ ഒരു മലയുടെ മുകളിലുള്ള സ്ഥലം, അവിടേക്ക് പോയാലോ? ഈ നട്ടപ്പാറ വെയിലത്ത് കുന്നിൻ്റെ മടിയിൽ കയറി കരിഞ്ഞുണങ്ങാനാണോ? നമുക്ക് വൈകുന്നേരം പോവാം, സൺസെറ്റ് ഉണ്ടാവുക പോ. ശരി. നിമ്മ അകത്തേക്ക് കയറിപ്പോയി. തിരിച്ചുള്ള യാത്രയിൽ വർണ്ണ സൈലൻ്റായിരുന്നു. അദ്ദേഹത്തിനാണെങ്കിൽ ഒരുപാട് കോൾസും തിരക്കൊക്കെയായിരുന്നു. വർണ്ണ കണ്ണടച്ചിരുന്നു. അവളുടെ മനസ്സിലൂടെ ദത്തനെ കണ്ടത് മുതലുള്ള കാര്യങ്ങൾ തെളിഞ്ഞു വന്നു. പണ്ട് ദത്തൻ്റെ തല്ല് കവലയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ 10 ഇരട്ടി ടെററാണ് ദത്തൻ ഇപ്പോൾ എന്ന് വർണ്ണക്ക് തോന്നി. വീട്ടിലെത്തി ദത്തൻ വിളിച്ചപ്പോഴാണ് വർണ്ണ ഉറക്കത്തിൽ നിന്ന് ഉണർന്നത്. സമയാവാറായേ, എൻ്റെ കുട്ടി വേഗം പോയി റെഡിയായി കോളേജിൽ പോകാൻ നോക്കട്ടോ. സനവ് ഓട്ടോയുമായി വരും. പോകുന്ന വഴി ഫുഡ് കഴിക്കണം കേട്ടല്ലോ. ദത്തൻ പറഞ്ഞപ്പോൾ വർണ്ണ തലയാട്ടി. ദത്തൻ അവളുടെ നെറുകയിൽ ഉമ്മ വെച്ച് ബാക്ക് സീറ്റിൽ നിന്നും ബാഗും എടുത്ത് അവൾക്ക് കൊടുത്ത് ഒപ്പം കാറിൻ്റെ കീയും. വർണ്ണ നേരെ അകത്തേക്ക് നടന്നു. ദത്തൻ പുറത്തേക്കും. അപ്പോഴേക്കും അവന് പോവാനായി പുറത്ത് പോലീസ് ജീപ്പ് വന്നിരുന്നു. അവൻ ജീപ്പിൽ കയറി പോകുന്നത് വർണ്ണ ജനലിലൂടെ കണ്ടു. അവൾ വേഗം തന്നെ ഡ്രസ്സ് മാറ്റി യൂണിഫോം എടുത്തിട്ട് കോളേജിൽ പോകാൻ റെഡിയായി. താൻ ദത്തനെ കാണിക്കാൻ തിരുത്തി എഴുതിയ ആൻസർ ഷീറ്റുകൾ എടുത്ത് അടുപ്പിൽ കൊണ്ടുപോയി കത്തിച്ചു. പേടിച്ചിട്ടല്ല, എന്നാലും ചെറിയൊരു ഭയം. അവൾ വേഗം ബാഗും എടുത്ത് വീടും പൂട്ടിയിറങ്ങി. സനൂപിൻ്റെ ഓട്ടോയിലാണ് പോയത്. പോകുന്ന വഴി ത്രിമൂർത്തികളുടെ റെസ്റ്റോറൻറ്റിൽ കയറി. വർണ്ണയുടെ പേഴ്സ് കാലിയാക്കിയിട്ടാണ് മൂന്നും കോളേജിലെത്തിയത്. ഇവൾക്ക് എന്താ ദിൽഷയോട് ഇത്രയ്ക്ക് സംസാരിക്കാനുള്ളത്? വേണി തൻ്റെ തൊട്ടു മുന്നിലുള്ള ബെഞ്ചിലെ കുട്ടിയോട് ക്ലാസ് ടൈമിൽ സംസാരിക്കുന്നത് കണ്ട് അനു അസൂയയോട് ചോദിച്ചു. ഞങ്ങളോട് പറയാതെ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന രണ്ടിനെയും ടീച്ചർ പൊക്കണ ദൈവമേ. വർണ്ണ അത് പറഞ്ഞ് നാവ് വായിലേക്ക് ഇട്ടതും മിസ്സിൻ്റെ വിളി വന്നിരുന്നു. വേണിക്കും ദിൽഷയ്ക്ക് എന്താ എത്ര സംസാരം? ഒന്നുമില്ല മിസ്. സ്റ്റാൻഡ് അപ്പ്. മിസ് ദേഷ്യത്തിൽ പറഞ്ഞു. മിസ്, ഞാൻ ദിൽഷയോട് 2 പെണ്ണുണ്ടോ എന്ന് ചോദിച്ചതാ. വേണി പറഞ്ഞു. പിന്നെ തൻ്റെ കയ്യിലിരിക്കുന്ന എന്താ, കുന്താണോ? വേണിയുടെ കയ്യിലെ പേനയിലേക്ക് നോക്കി മിസ് ചോദിച്ചു. മിസ്, അത് പിന്നെ. മതി, ഗെറ്റ് ഔട്ട് ഓഫ് മൈ ക്ലാസ്. ടീച്ചർ അലറിയതും വേണിയും ദിൽഷയും ഏത് വഴി ഓടിയെന്ന് അവർക്ക് പോലും അറിയില്ല. നമുക്ക് സംസാരിക്കായിരുന്നു, എന്നാൽ നമ്മളെയും പുറത്താക്കുമായിരുന്നില്ലേ? താടിക്ക് കൈ കൊടുത്തു വർണ്ണ പറഞ്ഞു. നിന്റെ നാവൊന്ന് നീട്ടിയേ പറഞ്ഞ മോളെ, കരിനാക്ക കാണുന്നു നോക്കട്ടെ. അനു പറഞ്ഞു. വേണി പോയതോടെ രണ്ടും മുറക്കം നോങ്ങി ക്ലാസ്സിലിരിക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞതും ബെല്ലടിച്ചു. ലഞ്ച് ബ്രേക്കായിട്ടും വേണിയെ ക്ലാസ്സിലേക്ക് കാണാതെ അവർ രണ്ടുപേരും ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. വേണിയെ വിളിക്കാൻ പറഞ്ഞ ഫോൺ എടുത്തതും വേണിയുടെ കോൾ ഇങ്ങോട്ട് വന്നു. അവൾ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചു. വാ അനുമോളെ, അവൾ കോളേജ് ഗേറ്റിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. അവർ രണ്ടുപേരും അങ്ങോട്ടേക്കും നടന്നു. നീ എങ്ങോട്ട് വേണ്ടി ഞങ്ങളുടെ കയ്യും പിടിച്ച് വലിച്ച്? അനു ചോദിച്ചു. അതൊക്കെ ഞാൻ പറയാം, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. അയ്യോ ഞാനില്ല, ദേഹത്തിന് അങ്ങനെ അറിഞ്ഞാൽ എനിക്ക് പേടിയാ. നീ പേടിക്കണ്ട, ദേഹത്തേട്ടനെ അറിയില്ല. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് ഫുഡ് കഴിക്കാനാ. അത് പറഞ്ഞ് വേണി കോളേജിനടുത്തുള്ള ചിറക്കൽ ഹോട്ടലിലേക്ക് കയറി. അതെ മക്കളെ, എൻ്റെ കയ്യിൽ ഇനിയാകെ 30 രൂപയുള്ളൂ. ദേഹത്തിൻ്റെ കാർഡ് വീടില്ല, ഞാൻ എടുത്തിട്ടില്ല. എൻ്റെ ആകെ 10 രൂപയുള്ളൂ കേട്ടോ വേണി. ഫണ്ടിൻ്റെ കാര്യം ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട, അതൊക്കെ സെറ്റാണ്. നിങ്ങൾക്കിപ്പോൾ എന്താ കഴിക്കാൻ വേണ്ടത്? ബിരിയാണി. എനിക്കും ബിരിയാണി. വേണി 3 ബിരിയാണി ഓർഡർ ചെയ്തു. 3ഉം കഴിക്കാൻ തുടങ്ങി. അതിനിടയിൽ വേണിയുടെ ഫോൺ റിങ് ചെയ്തു. നീ എത്തിയോ? ഓക്കെ, ഞങ്ങളിവിടെ ചെറുക്കല്ലുണ്ട്, നീ ഇവിടേക്ക് വാ. അത് പറഞ്ഞ് വേണി കോള് കട്ട് ചെയ്തു. ആരടിയത്? അനു ചോദിച്ചു. ദിൽഷയാ. ദിൽഷയോ? നിങ്ങൾ തമ്മിൽ എന്താ ഇടപാട്? രാവിലെ ക്ലാസ്സിൽ വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ. അതൊക്കെയുണ്ട്, അവൾ വരട്ടെ എന്നിട്ട് പറയാം. ദേ വേണി, പല വള്ളിക്കെട്ടുവാണെങ്കിൽ ഞാനില്ല. അതെ, ഞാനുമില്ല. അത്ര സീനില്ല പിള്ളേരെ. നമ്മൾ വിചാരിച്ചാൽ സിമ്പിളായിട്ട് ചെയ്തു കൊടുക്കാവുന്നൊരു ഉപകാരം മാത്രമേ ഉള്ളൂ. നീ എന്തൊക്കെയാ വേണി പറയുന്നേ? ദിൽഷ വരട്ടെ എന്നിട്ട് ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ കഴിക്ക്. വേണി ബിരിയാണി കഴിച്ചുകൊണ്ട് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിലോ? വർണ്ണ കഴിച്ചുകൊണ്ടിരുന്ന ബിരിയാണി തലയിൽ കയറി ചുമക്കാൻ തുടങ്ങി. നീ എന്താ ഇതുവരെ പോലീസ് സ്റ്റേഷൻ എന്ന് കേട്ടിട്ടില്ലേ? ഞാനില്ല, എനിക്ക് പേടിയാ. അതിന് പേടിക്കാൻ മാത്രം ഒന്നുമില്ല. നീ ഞങ്ങളുടെ കൂടെ വന്നാൽ മതി. ദിൽഷയെ കുറേ ദിവസമായി ഒരു ചേക്കൻ ശല്യപ്പെടുത്തുന്നു. ഇന്ന് ക്ലാസ്സിലേക്ക് വരുന്ന വഴി അവൻ അവളെ ഭീഷണിപ്പെടുത്തി. അവനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെങ്കിൽ അവൻ ദിൽഷയുടെ മുഖത്ത് ആസിഡൊഴുക്കുന്നു. നീ എന്തിനാ പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാൻ പോയത്? അവളുടെ വീട്ടിൽ വിവരം പറ, അവരിടപെട്ടോളും. നമ്മൾ കുട്ടികളാ, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട. കുട്ടികളോ? എത്ര വർഷം മുമ്പ്? പോത്ത് പോലെ വന്നിട്ട് കുട്ടികളാണ് പോലും.
എടി ഇത് അവളുടെ വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാകും. ഓൾറെഡി അവൾക്കിപ്പോൾ മാരേജ് പ്രപ്പോസൽ നോക്കുന്നുണ്ട്. ഇവൾക്കൊരു അഫയർ ഉണ്ട്. അവനാണെങ്കിൽ ജോലി ആയിട്ടില്ല. അപ്പം ഇതെങ്ങാനും വീട്ടിലറിഞ്ഞാൽ അവൾ വേഗം പിടിച്ച് കെട്ടിക്കും. എന്നാൽ നമുക്ക് ദേത്തനോട് പറയാം. വൈകുന്നേരം അവൻ വീട്ടിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം. മിണ്ടാതിരി പെണ്ണെ. തിരിച്ച് എന്നോട് നിന്റെ അടുത്ത് പറഞ്ഞ് ദേത്തേനെ അറിയിക്കാനാണ്. പക്ഷെ അതിൽ നമുക്കെന്ത് ലാഭം? അതുകൊണ്ട് ഞാൻ കുറച്ച് ബുദ്ധിപരമായി കളിച്ചു. ദേത്തേൻ്റെ സ്ഥലത്തിലെന്ന് പറഞ്ഞു. നീ എന്തിനാ കള്ളം പറഞ്ഞത്? ദേത്തേട്ടൻ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇവിടുത്തെ ലോക്കൽ പോലീസിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കാൻ ഞാൻ കൂട്ടുവരാം. പകരം 3 ബിരിയാണി വാങ്ങിത്തരുന്നത് പറഞ്ഞു. നിനക്കെന്താണ് ഭ്രാന്തായോ? വെറും 3 ബിരിയാണിക്കാണോ? ഒരു വാക്കിനോട് പറഞ്ഞാൽ ഞാൻ ദേത്തനെ കൊണ്ട് 3 അല്ല 30 എണ്ണം വാങ്ങിത്തരില്ലേ? അതിലൊരു ത്രില്ലില്ലടി. നീ ഒന്ന് പോയ പെണ്ണെ. എനിക്ക് പേടിയാ. നീ എന്താന്ന് വെച്ച് ചെയ്തോ. നീ വരില്ലെന്ന് ഉറപ്പാണോ? അതെ, ഞാൻ വരില്ല. എന്നാ വാ. എങ്ങോട്ട്? കിച്ചണിലേക്ക്. എന്തിന്? പിന്നെ അല്ലാതെ. ഇപ്പൊ കഴിച്ച ബിരിയാണിയുടെ പൈസ ആര് കൊടുക്കും? എൻ്റെ കയ്യിൽ 5ൻ്റെ പൈസ ഇല്ല. വെയിച്ചടിച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് നിന്നോ. നീ എന്തായാലും പൊറേട്ട അടിക്കാൻ നിന്നോ പറഞ്ഞ മോളെ. ഇതിലൊക്കെ കാരണം നീയാ. ഞാനോ? ആവശ്യമില്ലാത്ത ഓരോന്നിൽ പോയി താനയിട്ടിട്ട് അവൾ എൻ്റെ മേലേക്ക് ഇടുന്നത് കണ്ടില്ലേ? ഞാൻ ദേത്തനെ വിളിക്കാൻ പോവാം. അവൻ വന്ന് പൈസ കൊടുത്തോളും.